നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സിനിമാ മേഖലയിൽ നേരിട്ടിരിക്കുന്ന പ്രതിസന്ധിയാണല്ലോ ഈ ദിവസങ്ങളിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. ഹേമ റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമാ മേഖലയിലെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് നടീനടന്മാർ രംഗത്തുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ കുഴങ്ങി നിൽക്കുന്നൊരു സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യവസായ രംഗത്ത് ഇതൊക്കെയാണോ നടക്കുന്നത് എന്നുപോലും തോന്നിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ്. ചിലർ പറയുന്നു ഇതൊക്കെ സർവ്വസാധാരണമാണ്, അതിനകത്ത് വലിയ കാര്യമില്ല എന്ന് പറയുന്നു. മറ്റു ചിലർ പറയുന്നു തങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. എന്തു തന്നെയായാലും വലിയ കോളിളക്കങ്ങളാണ് ഇത് മുഖാന്തരം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ രഞ്ജിത്തും അതുപോലെ സിദ്ദിഖും ഒക്കെ രാജിവെച്ചു. അതിനുശേഷം അമ്മയുടെ ഭരണസമിതി രാജിവെച്ചു. അവിടെ കൊണ്ട് വിഷയങ്ങൾ തീരുന്നില്ല. ഇപ്പോഴ് മുകേഷ് MLA രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CPM-ന്റെ ഘടകകക്ഷിയായ CPI-യും കോൺഗ്രസും ഉൾപ്പെടെയുള്ള മറ്റ് ആളുകളെല്ലാം രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് അടുത്ത മണിക്കൂറുകളിൽ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരുപക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ചിലപ്പോൾ സംഭവിക്കാം. ചിലപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ ചില വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് സാധിക്കുമായിരിക്കും. ഏതായാലും ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായാലും കളങ്കിതരായി കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോവുക പ്രയാസമാണ്. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ മുന്നിൽ വരുമ്പോൾ വളരെ പക്വതയോടും ശ്രദ്ധയോടും സൂക്ഷ്മതയോടും തങ്ങളെ തന്നെ സൂക്ഷിച്ചൊക്കെ ഫീൽഡുകളിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്രലോഭനങ്ങൾ ഏത് നിലയിൽ വേണമെങ്കിലും വരാം. പക്ഷേ ആ പ്രലോഭനങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നു എന്നതിലാണ് കാര്യം. പലർക്കും അത് അതിജീവിക്കാൻ കഴിയാറില്ല. പലരും ആ പ്രശ്നത്തിൽ വീണു പോവുകയാണ് ചെയ്യുന്നത്. ആരോപണങ്ങളുടെ പേരിൽ ആരും രാജിവെക്കേണ്ടതില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഈ വിഷയത്തിൽ കോടതി ഇടപെടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏതായാലും മുകേഷിനെ വിഷയം മുഖ്യമന്ത്രി ധരിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്ന് അറിയില്ല. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ കൂടെയാണ് മുകേഷ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഒരു റിപ്പോർട്ടിനകത്ത് കണ്ടത് മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് മുകേഷ് എന്നും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിച്ചത് മുകേഷിന് വേണ്ടിയായിരുന്നു എന്നുമൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എത്രമാത്രം സ്വാധീനം രാഷ്ട്രീയ തലത്തിൽ ചെലുത്തുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരോപണങ്ങൾ വരുമ്പോൾ ഇവർ ആരോപണങ്ങൾ നിഷേധിക്കുക സ്വാഭാവികമാണ്. ആരായാലും ചെയ്യുന്നൊരു കാര്യമാണ്. ആദ്യം നിഷേധിക്കും, പിന്നീട് നിവൃത്തികേട് വരുമ്പോഴാണ് പിന്നീട് അത് സമ്മതിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നത്. ഏതായാലും ഈ ദിവസങ്ങളിൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കി കാണേണ്ടതായിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട്. മറ്റ് 8 പേർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ പരാതിയിന്മേൽ എന്താണ് ധാർമ്മികതയുടെ പേരിൽ വേണമെങ്കിൽ രാജിവെക്കാം, മുഖം രക്ഷിക്കാൻ വേണ്ടി. നാളെയും തിരിച്ചു വരാനുള്ള സാധ്യത അത് മുഖാന്തരം ഉണ്ടാവും. എന്നാൽ അധികാരത്തിൽ തന്നെ വീണ്ടും കടിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. ഏതായാലും ഈ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വളരെ ശ്രദ്ധയോടെ നമുക്ക് നോക്കിക്കാണാം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ചിന്താഗതികൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.